പ്രതിഷേധ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് അലി, ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് തുടങ്ങി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ ഭാരവാഹികളെ, പാർട്ടി കേഡർമാരെ, സഹപ്രവർത്തകരെ, വിശിഷ്യ ഞങ്ങളെ ശ്രമിക്കുന്ന പോലീസ് അധികാരികളെ, എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരണം പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം കലാപഭൂമിയാക്കാൻ സംഘപരിവാരം RSSകാരൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോ അതിലേറെക്കുറെ സംസ്ഥാനങ്ങൾ അവിടെ മുമ്പിൽ പോയി സർവ്വസാഷ്ടാംഗവും പ്രണാമിച്ചുകൊണ്ട് അവർക്ക് വിധേയത്വം പ്രകടിപ്പിക്കുമ്പോ കേരളമടക്കമുള്ള പരിമിതമായ സംസ്ഥാനങ്ങൾ സംഘപരിവാരത്തിനും RSSനും കീഴടങ്ങാതെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നരേന്ദ്രമോദിക്കും അമിത്ഷായും തുടങ്ങിയ സംഘപരിവാര ശക്തികളുടെ ഒരു ബാലികേറ മലയായി കേരളം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലെയുള്ള കർമ്മനിരതരായ കേഡർമാരുടെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് അവരെ ഈ തരത്തിൽ വിളിക്കുവാൻ ഞങ്ങളെ സഹായിച്ചത് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, ആ ദുരന്തം എന്ന് പറയുമ്പോ അതൊരു സാധാരണ പ്രകൃതിക്ഷോഭം പോലെ ഉണ്ടായ ഒരു ദുരന്തമല്ല, മറിച്ച് ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം എന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി പോകുന്ന ഭീകരാക്രമണം. അത് പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഉയർന്നെടുത്ത പോലീസ് പെട്ടെന്ന് നിഷ്ക്രിയത്വത്തോടുകൂടി താഴോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോ അവരെ ആദ്യം ഉണർത്തിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്രയേലും അതുപോലെ തന്നെ പാലസ്തീനിലും അവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പാലസ്തീനികളുടെ പോരാട്ടത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിനെ കുറിച്ച്, അവിടുത്തെ പോരാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാരും ദേശീയ നേതാക്കളടക്കം പറഞ്ഞത് കേരളത്തിൽ ഹമാസിന്റെ ആക്രമണം നടന്നു എന്നുള്ളതാ. അതിനുശേഷം മാർട്ടിൻ എന്ന അവതാര പുരുഷൻ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഫോണിലൂടെ ലൈവ് ഇടുമ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള അന്വേഷണ ഏജൻസികളുടെ കപടമുഖം കൃത്യമായി തുറന്നു കാണിക്കുന്നതോടൊപ്പം ഈ സംവിധാനത്തെ, ഈ കേരള പോലീസിന്റെ കൃത്യമായ കൃത്യനിർവഹണത്തെ നിങ്ങൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രതിഷേധം എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. അന്നത്തെ പ്രതിഷേധത്തിന് ശേഷം മാർട്ടിൻ മാധ്യമങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? യഹോവ സാക്ഷി വിശ്വാസിയായിരുന്ന ഞാൻ അവരിൽ നിന്നും അകന്നു പോകുന്നു, കാരണം അവർ ദേശദ്രോഹികളാണ് എന്ന. എന്താണ് അവർ കാണിച്ച ദേശദ്രോഹമെന്ന് ഇതുവരെ മാർട്ടിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അവരുടെ ദേശദ്രോഹമെന്ന് കുറ്റാന്വേഷണം നടത്തുന്ന പോലീസുകാർക്കും ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത്, ക്രൈസ്തവ വിശ്വാസിയായ ഞാനൊരു പക്ഷേ യഹോവ സാക്ഷിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെയും പറ്റി അത്ര ആഴത്തിൽ അറിവില്ല എങ്കിൽ പോലും ഞാൻ അടിവരയിട്ട് പറയുന്നു, ബൈബിൾ കയ്യിലേന്തിയ, സുവിശേഷം കൈക്കലേന്തിയ ഒരു ക്രൈസ്തവനും ഒരിക്കലും ഒരു സ്ഫോടനത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല എന്ന പരിപൂർണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം യഹോവ സാക്ഷികൾ എന്ന് പറയുമ്പോ ഈ ലോകത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും പരിമിതപ്പെട്ടവർ, ഏറ്റവും ന്യൂനപക്ഷത്തിൽ നിൽക്കുന്നവർ, കൃത്യമായ കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ 236 രാജ്യങ്ങളിലായി 1.25 ലക്ഷത്തോളം സഭകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് യഹോവ സാക്ഷികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോ, അവരുടെ ആചാര രീതികൾ വെച്ച് നോക്കുമ്പോ അവർ പള്ളികൾ സ്ഥാപിക്കാറില്ല. അവർ എവിടെങ്കിലും ആരാധനാലയങ്ങൾ നടത്തിയാൽ അതിനവർ കൊടുക്കുന്ന നാമകരണം പള്ളി എന്നല്ല, മറിച്ച് രാജ്യഹാൾ എന്നാണ്. എന്ന് വെച്ചാൽ രാജ്യത്തോട് കൂറ് പുലർത്തുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം യഹോവ സാക്ഷികളായി വരുന്നവരുടെ, അതുമായി ചേരുന്നവരുടെ, അവർ ഗോത്രങ്ങളോ കുലങ്ങളോ ജാതിയോ ഒന്നും അവർ നോക്കാറില്ല. യഹോവ എന്ന് പറയുന്ന യേശുദേവന്റെ പിതാവിനെ ഞങ്ങളൊക്കെ പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വൈക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോ യഹോവ സാക്ഷികൾ പറയുന്നു, ഏകദൈവം അത് യഹോവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടപെടലുകളിലൂടെ നടത്തി വരുമ്പോ യഹോവയുടെ എന്താണ് പരസ്യ പ്രസ്താവനകളോ പ്രതിഷേധങ്ങളോ ഒന്നും ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തൊരിടത്തും പ്രതിഷേധങ്ങൾക്ക് വേണ്ടി
തെരുവിലിറങ്ങാത്ത ഒരു വിഭാഗം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ക്രൈസ്തവരിൽ ന്യൂനപക്ഷമായി പോയി എന്നുള്ളത് ചോദിച്ചാൽ അവർ പറയുന്നത് ഞാനും അവരുമൊക്കെ വിശ്വസിക്കുന്ന ബൈബിൾ, അവർ പറയുന്നത് തിരുവെഴുത്തെന്നാണ്. ആ ബൈബിൾ കൃത്യമായി അതിന്റെ പാത പിന്തുടരുന്നു പോകുന്ന ഒരു സമൂഹമാണ് എന്താണ് ഈ പറയുന്ന യഹോവ സാക്ഷികൾ. അവർ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാറില്ല. യഹോവ സാക്ഷികൾ അവരുടെ നേതൃത്വത്തിൽ അവർക്ക് പുരോഹിത വർഗമില്ല. അവരിൽ ആരാണോ ആത്മീയമായി മുമ്പിൽ നിൽക്കുന്നത് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിഫലം പോലും മേടിക്കാതെ, ആരുടെയും ശമ്പളം പറ്റാതെ, ഒരു മനുഷ്യന്റെ പോലും കൈനീട്ടി ഒരു കാര്യം പോലും ഔദാര്യം മേടിക്കാതെ ദൈവനാമത്തിൽ കൃത്യമായി അവന്റെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം. എന്തുകൊണ്ടാണ് മാർട്ടിനെ പോലെയുള്ളവർക്ക് അവിടെ അവരുടെ ടിഫിൻ ബോക്സിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് യഹോവ സാക്ഷികളുടെ ലാളിത്യം. അവരുടെ സഭയിൽ കൂടുകയാണെങ്കിൽ അവർ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ നിന്നും ആഹാരം ഓർഡർ ചെയ്ത് അവിടെ കഴിക്കുന്ന സ്വഭാവം അവർക്കില്ല. ഞാൻ മനസ്സിലാക്കിയ യഹോവ സാക്ഷികൾ സ്വന്തം ഭവനങ്ങളിൽ നിന്നും അവരവരുണ്ടാക്കിക്കൊണ്ടുവരുന്ന അന്നം പങ്കുവെക്കലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് അവരുടേതായ പ്രേക്ഷിത പ്രവർത്തനം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് യഹോവ സാക്ഷികൾ. ഞാനും അവരുമൊക്കെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു പഠിപ്പിച്ച ആദ്യത്തെ പുസ്തകമുണ്ട്, ആദ്യത്തെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പഠിച്ചാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാകണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർഗതുല്യമായ ഒരു ഭൂമി സൃഷ്ടിക്കുന്ന യഹോവ സാക്ഷികൾക്കും ക്രൈസ്തവർക്കും ഒരിക്കൽ പോലും ഒരു സ്ഫോടനം നടത്തേണ്ട ഗതികേടില്ല എന്ന് കുറച്ചു നാളെങ്കിലും സഞ്ചരിച്ച മാർട്ടിൻ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും അവർ നിങ്ങളെ ഒറ്റുകൊടുക്കാനോ നിങ്ങളെ തെരുവോരങ്ങളിൽ ആക്ഷേപിക്കാനോ അവർ മുതിരില്ല. മറിച്ച് 8 സഹോദരങ്ങൾ അവിടെ മരിച്ചു വീഴുമ്പോഴും 10-ലധികം പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പ്രാണന് വേണ്ടി അപകടനില തരണം ചെയ്യാതെ കതിയിരിക്കുമ്പോൾ പോലും അവർ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതാണ് ബൈബിളിന്റെ ശക്തി, അതാണ് ആ വേദപുസ്തകത്തിന്റെ ശക്തി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും ന്യായീകരിക്കാൻ വരില്ല എന്ന കൃത്യമായ ബോധം, ആ ബോധ്യവും നിങ്ങൾക്കുണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾ ആദ്യം പ്രയോഗിച്ച പദം ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദേശദ്രോഹ പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ജയിലറുകളിലായാൽ മാർട്ടിൻ ഉദ്ദേശിച്ച ദേശദ്രോഹം യഹോവ സാക്ഷികൾ ഏതർത്ഥത്തിലാണ് ഈ രാജ്യത്തിൽ നടപ്പിലാക്കിയതെന്ന് ബഹുമാന്യനായ IG അടക്കമുള്ള പോലീസ് ഓഫീസർമാർ ഈ ജനത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യലിലൂടെ കുറ്റവിചാരണ നടത്തുമ്പോൾ ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി തിരുത്തേണ്ടതുണ്ട് ഇവിടുത്തെ കേരള പോലീസ്. ഞങ്ങൾ പറയുന്നത് അവർക്ക് അവരുടെ വിശ്വാസം ഈ രാജ്യത്ത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പറയുന്നത് കൃത്യമായി തടവറകളിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന മാർട്ടിനെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു വീരപരിവേഷത്തോടു കൂടി അദ്ദേഹത്തിന് വിലങ്ങുകൾ വെക്കാതെ കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ മുൻ ചരിത്രങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഏതോ ഒരു കുറ്റത്തിൽ ഏതോ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോ ആ സ്വന്തം ഭർത്താവിന് ആഹാരം വെച്ചു കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ആ ഭർത്താവിനെ കിട്ടാതെ ഭാര്യയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കിരാതമായ പോലീസ് സംസ്കാരം എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല? ആ വിവേചനം എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നിരപരാധിയാണെങ്കിൽ ആ ഭാര്യയെ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിന്റെ പിന്നാമ്പുറങ്ങളിൽ അണിനിരന്നവർ ആരാണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം മാർട്ടിൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്നും ഒരു പാത്രം പോലും ഇല്ലാതെ ഇറങ്ങിയത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുമ്പോ അദ്ദേഹത്തിന് എവിടെ നിന്ന് ഈ സ്ഫോടക വസ്തു കൈമാറി എന്ന് അന്വേഷിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം. സ്ഫോടനം നടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ നിന്ന് നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഒരു നീല കാർ ചെങ്ങന്നൂർ രജിസ്ട്രേഷനുള്ള ഒരു കാർ പുറത്തേക്ക് പോയി എങ്കിൽ ആ കാർ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. കുറെ വർഷങ്ങളായി കേരളത്തെ കലാപഭൂമിയാക്കാൻ RSSും സംഘപരിവാരവും ഇണഞ്ഞ് പരിശ്രമിക്കുമ്പോ അതിനൊന്നും വശംപ്പെടാതെ കേരളം ഇങ്ങനെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാരത്തിനും RSSനുമെതിരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് പോകുമ്പോ ഈ കേരളത്തെ എങ്ങനെ കലാപഭൂമിയാക്കാം എന്ന ദരിദ്രവോടുകൂടി സനാതൻ സംസ്ഥയും കാസയും പോലെയുള്ള വലതു തീവ്രപക്ഷ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കാസയെ പോലെ പരിശോധിക്കുമ്പോ കെന്നഡി കരിമ്പിൻ കാല എന്ന ഒരു ആഭാസൻ ചാനലുകളിൽ വന്നു നിന്ന് വർത്തമാനം പറയുമ്പോ
RSSകാരനും സംഘപരിവാരത്തിനുമാണ് ഞങ്ങൾ ദാസ്യവേല ചെയ്യുന്നത് എന്ന് പറയാതെ അവർക്ക് വേണ്ടി വായ്ത്താരികൾ ചാനലുകളിൽ പറയുമ്പോ മണിപ്പൂരിൽ ക്രൈസ്തവരെ വംശീയമായി കൊന്നൊടുക്കിയ സംഘപരിവാരത്തിനെതിരെ രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവ സമൂഹവും കൃത്യമായി പ്രതിഷേധങ്ങൾ രൂപീകരിച്ചപ്പോ അവിടേക്ക് വന്നുകൊണ്ട് RSSകാരന്റെ മുമ്പിൽ അവരുടെ ഏറ്റവും വലിയ വിശുദ്ധന്റെ പദവി ഏറ്റെടുത്തുകൊണ്ട് കെന്നഡി, കരിമ്പങ്കാലയെ പോലെയുള്ളവർ ഈ രാജ്യത്തിന്റെ രാജ്യദ്രോഹികൾ സംഘപരിവാരത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുക എന്താണ് അവിടെ ഒരു വംശീയ ഉൾമുന്നമല്ല എന്ന് പറയുമ്പോ ഈ സമുദായത്തിന്റെ മതമേലധ്യക്ഷന്മാർ കൃത്യമായി പറയുന്നു കാസ എന്ന സംവിധാനവും കെന്നഡിയും കരിമ്പങ്കാലയും ഇവരെയൊന്നും ഒരു സമുദായത്തിന്റെ വക്താക്കളായി ഞങ്ങൾ നിയമിച്ചിട്ടില്ല. ഈ സമുദായത്തിന്റെ ഭാഗവുമല്ല കാസ എന്ന് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ പല രൂപത്തിലും ഭാവത്തിലും പല പ്രാവശ്യം പറഞ്ഞിട്ടും എന്താണ് കാസയിലേക്ക് നിങ്ങളെ അന്വേഷണം പോകാത്തത് എന്ന് പോലീസ് അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നത് സംഘപരിവാരത്തിന്റെ ഒരു ടൂളായി ഈ കേരളത്തിന്റെ മണ്ണിൽ കാസ പ്രവർത്തിക്കുമ്പോ സുരേന്ദ്രൻ അടക്കമുള്ളവർ അതിനുവേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കുമ്പോ വത്സൻ തില്ലങ്കരിയും ശശികലയുടെയും ഹിംസീയമായ വിദ്വേഷ പ്രചരണങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കാൻ ആവുന്ന ശ്രമം നടത്തുമ്പോ ഞങ്ങൾ പറയുന്നു എന്താണ് കരികാല എന്ന കെന്നഡി സംഘപരിവാരത്തിന്റെ വക്താവാണ്. ഒരിക്കൽ പോലും അയാൾ ക്രൈസ്തവനല്ല എന്ന് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് പല പ്രാവശ്യം മേലധ്യക്ഷന്മാർ പറഞ്ഞു. കാരണം ഒരു കൃഷി വളരാൻ തൂങ്ങിയ ഒരു ക്രൈസ്തവന് പോലും RSSകാരനാവാൻ കഴിയില്ല എന്ന ബോധ്യം ക്രൈസ്തവനായ എനിക്കുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് അത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഈ രാജ്യദ്രോഹികളായ സംഘപരിവാരത്തിന് ആ രാജ്യദ്രോഹികളോടൊപ്പം ചേർന്ന് അനിൽ ആന്റണിയെ പോലെയുള്ളവർ ക്രൈസ്തവനാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. IPS ഉദ്യോഗം ആ കാലഘട്ടത്തിൽ കൊണ്ടു നടക്കുമ്പോ ജേക്കബ് തോമസിനെ പോലെയുള്ള സീനിയർ ഓഫീസർമാർ എന്താണ് സംഘപരിവാരത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോ അവരെ ക്രൈസ്തവന്റെ സമൂഹത്തിനോടൊപ്പം കൂട്ടാൻ സമുദായം ഒരുക്കമല്ലായിരുന്നു എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ജാതി പറയുകയല്ല, മറിച്ച് ഒരു ന്യൂനപക്ഷ സംവിധാനത്തിൽ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ അത് കലാപമുണ്ടാക്കി, ശ്രമം നടത്തി, സ്ഫോടനം നടത്തി എന്ന് പറഞ്ഞ് നിരപരാധികളായ 2 മുസ്ലിം നാമധാരികളെ നിങ്ങൾ വിളിച്ച് ചോദ്യം ചെയ്യാനും അവരെ ഭയപ്പെടുത്തി അവരെ ജയിലറുകളിലേക്ക് വിടുവാനുള്ള അന്തർനാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ കാലം മുമ്പ് പറഞ്ഞതാണ് പാനായിക്കുളം കേസടക്കമുള്ളതിൽ വർഷങ്ങൾക്കിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ചെയ്യാത്ത കുറ്റത്തിന് ജയിലറുകളിൽ നിന്നും കുറച്ച് വർഷത്തിന് ശേഷം തുറന്നുവിടുമ്പോ ജയിൽ മോചിതനാകുമ്പോ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മുസ്ലിം സമുദായത്തിന്റെ ആ വിശ്വാസമേറുന്ന വ്യക്തികൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അന്വേഷണം സുതാര്യമല്ല. നിങ്ങളിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ മനസ്സിൽ അടിഞ്ഞുകൂടിയതോ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതോ ആയ മുസ്ലിം വിരുദ്ധ സംവിധാനത്തിലൂടെയാണ് എന്ന് വെച്ചാൽ സംഘപരിവാരം എന്താണോ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോ സംഘപരിവാരത്തിന്റെ 2ാമത്തെ പിണറായി വിജയനെ വിളിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളിലുള്ള വിശ്വാസമോ നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. കാരണം കേരള പോലീസിന്റെ സുരക്ഷിതത്വം അനിവാര്യമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നവകേരള യാത്ര നടക്കുമ്പോ ഇനി മഞ്ചേശ്വരം മുതൽ ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് ഇന്ന് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോ കേരള പോലീസിന് വലിയ റോളൊന്നുമില്ല. അവിടെ പ്രതിഷേധക്കാരെ നേരിടുന്നത് കേരള പോലീസിന് പകരം DYFIയും SFIയുമാണ് എങ്കിൽ സ്വന്തം ആഭ്യന്തര വകുപ്പിലെ സംവിധാനത്തെ പോലും വിശ്വാസത്തിലില്ലാത്ത ഒരു ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം കണ്ടതാണ്. മാധ്യമങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അവിടേക്ക് അദ്ദേഹത്തെ കയറ്റിയിരുത്തുമ്പോ മാധ്യമങ്ങളെ കയറ്റിയിരുത്തുമ്പോ സഖാവ് പിണറായി വിജയൻ മനസ്സിലെന്തോ ഒളിപ്പിച്ചുകൊണ്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ഒരു സംവിധാനത്തുമായി മുറിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ചയ്ക്ക് പോകുമ്പോ ആ മാധ്യമങ്ങളെ കടക്കുപുറത്ത് എന്ന് പറയുമ്പോ അവർ പോലും കേൾക്കാതെ നിങ്ങൾ അന്തഃപുരങ്ങളിൽ RSSന് വേണ്ടി ചെയ്തതെന്താണ് എന്ന് കഴിഞ്ഞകാല വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം നരേന്ദ്രമോദിയുടെ 2ാം പതിപ്പായി നിങ്ങൾ ഈ കേരളം ഭരിക്കുമ്പോ ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നും നീതിന്യായ സംവിധാനത്തിൽ നിന്നും കൃത്യമായ ഇടപെടലുകൾ നടത്തി FIR നടത്തി കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പലരും എന്താണ് ഇരട്ട നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഇരട്ട നീതിക്ക് വേണ്ടി കേഴുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. കാരണം
ജുഡീഷ്യറി അനുവദിക്കുന്ന ഒരു സംവിധാനത്തിലേക്കല്ല പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, വിവേചനപരമായ ഇടപെടലുകൾ നിങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കളമശ്ശേരി സ്ഫോടനം, ആ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് ഉള്ളത്, മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരണം. നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും 36 തവണയിലധികം മാറ്റിവെച്ച ലൗലിൻ കേസുമൊക്കെ ഞങ്ങൾക്കറിയാം കൃത്യമായി. നിങ്ങളുടെ അന്തർനാടകങ്ങളാണ്. കുത്തുവാളയെടുത്ത് പളിഞ്ഞു ബാധിച്ചായ നവകേരള യാത്രയുടെ ശ്രദ്ധ തിരിക്കാൻ ഇനി കൊല്ലത്തേക്ക് എത്തുമ്പോ ഗവർണറെ ഇറക്കി കളിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ തമ്മിലുള്ള അന്തർനാടകങ്ങളുടെ ഫലമാണ് എന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഈ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പൊളിഞ്ഞു പാളീസായ നവകേരള യാത്രയെ പുതിയ തലത്തിലേക്ക് എത്തിച്ച് ഇടൻ അജണ്ട എന്ന RSSകാരന്റെ അജണ്ട നടപ്പിലാക്കാനാണ് ഇന്ന് സംഘപരിവാരവും പിണറായി വിജയനും ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, പ്രതിഷേധങ്ങൾ ആദ്യമായിട്ടല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ഇതേ പ്രതിഷേധം നടത്തുമ്പോ തിരുവനന്തപുരത്ത് AG ഓഫീസിന് മുമ്പിൽ ഇന്ന് 141 MP-മാരെ അയോഗ്യമാക്കപ്പെട്ട ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ എന്ന് വെച്ചാൽ എന്താണ്, പാർലമെന്റിൽ പുകബോംബ് പൊട്ടുമ്പോ ആ പുകബോംബ് കിട്ടുന്നതിന്റെ ഉറവിടം സംഘപരിവാരത്തിന്റെ പ്രതിനിധിയായ RSSന്റെ പ്രതിനിധിയായ MP-യാണ് അവർക്ക് ശുപാർശ കത്ത് കൊടുത്തത്. അത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോ അവരെ മൊത്തത്തിൽ എന്താണ് അയോഗ്യരാക്കി കൊണ്ടുപോകുന്ന ഒരു ഹാഡൻ സംസ്കാരം എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന് കൂച്ചുവിളങ്ങാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ പ്രതിരോധിക്കും. ഞങ്ങളുടെ ആയുധം ജനാധിപത്യമാണ്. ഞങ്ങളുടെ ശക്തി ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാണ്. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഈ മാർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോ ഒരു പക്ഷേ ശാന്തമായി പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മാർച്ചിന്റെ സ്ഥലം ഞങ്ങൾ മാറ്റും, ഈ മാർച്ചിന്റെ സൗകര്യം ഞങ്ങൾ മാറ്റും, ഈ മാർച്ചിലെ പ്രവർത്തകരുടെ എണ്ണം ഞങ്ങൾ മാറ്റിക്കൊണ്ട് തിരുവനന്തപുരത്ത് മറ്റു പല സംവിധാനങ്ങളിലേക്കുമാണ് ഞങ്ങളുടെ മാർച്ച് കടന്നു വരുന്നതെങ്കിൽ അത്തരത്തിലേക്ക് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് പകരം യഥാർത്ഥമായ കൃത്യമായ ഒരു നീതിന്യായപരമായ അന്വേഷണം, മാർച്ചിനോടൊപ്പം ആരൊക്കെയാണ് ഈ പ്രതികൾ, അതിന് ഒത്താശ ചെയ്തു കൊടുത്തവർ, ഗൂഢാലോചന നടത്തിയവർ, മുഴുവൻ പേരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നല്ലാതെ ഈ നക്ഷത്രാങ്കിത രക്തകരുത പതാക ഞങ്ങൾ താഴെവെക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ജില്ലയെ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.